ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റ് ആയാലോ? എനിക്കിന്ന് കിട്ടിയത് കുറച്ച് ചെറിയ സൈസ് ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇത്രയും ചേർത്ത് നല്ല വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ആക്കണ്ടേ? അപ്പോൾ അതിന് പ്രധാനമായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണേ. ചെറിയുള്ളി കുറച്ച് അധികം എടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. എന്ന് നമുക്ക് തുടങ്ങാം. നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില, ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഒരു മീഡിയം സൈസ് തക്കാളി, ഞാൻ ഒരു 1/2 kg ആണ് ചെമ്മീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒരുപാട് ഡ്രൈ ആവുകയും വേണ്ട റോസ്റ്റ്, നമുക്ക് പിന്നെ ഒരുപാട് ലൂസ് ആവുകയും വേണ്ട. അതിനുള്ള അളവ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിച്ച് ഈ വെള്ളവും മസാലയും തക്കാളിയും എല്ലാം ഒന്ന് മിക്സായി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.